നമസ്കാരം. 40 ലക്ഷത്തിലേറെ മലയാളികൾ വിദേശത്ത് താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആണ്. അവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിലാണ്. കേരളത്തിന് ലഭിക്കുന്ന പണത്തിന്റെ 80% 7 ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ഇൻഡസ്ട്രിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രകടനം നടത്തുകയുണ്ടായി. 7.5 കോടി വീതം വില വരുന്ന അവരുടെ 1100 ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ 3 ദിവസം കൊണ്ട് വിറ്റഴിച്ചായിരുന്നു ആ പ്രകടനം. ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം വികാസം പ്രാപിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് വെറും 3 ദിവസം കൊണ്ട് നടന്ന ആ വമ്പൻ കച്ചവടം എന്ന് പറയാം. 1100 അപ്പാർട്ട്മെന്റുകളിൽ 250 എണ്ണം വാങ്ങിയത് NRIകളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ജോലിയും ബിസിനസ്സുമായി വിദേശത്ത് കുടിയേറുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ സുരക്ഷിത നിക്ഷേപ സങ്കേതമായി ഇന്ത്യയെ കാണുന്നുണ്ടെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോവിഡിന് മുമ്പ് വരെ വൈകാരികമായ കാരണം കൊണ്ടായിരുന്നു ഭൂരിഭാഗം NRI നിക്ഷേപങ്ങളും ഇന്ത്യയിൽ വന്നിരുന്നതെങ്കിൽ കോവിഡിന് ശേഷം സാഹചര്യം മാറി മറിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു നിക്ഷേപം എന്ന നിലയിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ കാണുന്നത്. ബാംഗ്ലൂർ, കൽക്കട്ട, നോയിഡ, ഗുഡ്ഗാവ്, കേരളം, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലൊക്കെ എല്ലാം NRI നിക്ഷേപങ്ങൾ ഒഴുകിയെത്തുകയാണ്. പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിന് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഒന്ന്, തങ്ങൾ വിദേശത്താകുമ്പോൾ വീട്ടിലെ പ്രായമായ മാതാപിതാക്കൾക്ക് സുരക്ഷിതവും സമാധാനപൂർവവുമായ എല്ലാ സാഹചര്യങ്ങളോടും കൂടിയ ഒരു താമസ ഇടം ഒരുക്കുക. രണ്ടാമത്തേത്, റിട്ടയർമെന്റ് കാലത്ത് നല്ലൊരു വരുമാനം സൃഷ്ടിക്കുക എന്ന്. ഇനി മൂന്നാമത്തേത്, മക്കൾക്ക് വേണ്ടി നടത്തുന്ന നിക്ഷേപം എന്ന നിലയിൽ. എന്തായാലും ഇന്ത്യയിലെ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് മേഖലയുടെ സുവർണകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ജന്മനാട്ടിൽ വേരുറപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉത്തേജനം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിക്ഷേപം നടത്തുന്നവരുമുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ 25% നിക്ഷേപം എത്തുന്നത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ നിന്നാണ്. വിഴിഞ്ഞം തുറമുഖം ഇതിന് പകരുന്ന ശക്തി വളരെ വലുതായിരിക്കും. വിദേശ മലയാളികളുടെ പണം തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വലിയൊരു അടിത്തറ എന്ന് പറയാം. കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ഭാവിയിൽ ഏറ്റവും വലിയ വികസനത്തിന് വിളനിലമാകാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയായാണ് തൃശ്ശൂരിനെ കണക്കാക്കുന്നത്. ഗോൾഡ്, ഡയമണ്ട് ആഭരണങ്ങളുടെ മേക്കിംഗ്, പോളിഷിംഗ് തൃശ്ശൂരിൽ വലിയ രീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്തെ പ്രശ്നങ്ങളെല്ലാം കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വിട്ടകന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഏറ്റവും അധികം ഫ്ളാറ്റുകൾ അടുത്ത കാലത്തായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 $83.3 ബില്യൺ പ്രവാസികളിൽ നിന്ന് രാജ്യത്തിന് ലഭിച്ചത്. ഇനി 2018 1,86,376 കോടി. ഇനി 2020 വന്നാൽ NRI നിക്ഷേപം 2,27,430 കോടി രൂപയായിരുന്നു. 2019 1,99,781, അതായത് 14 ലക്ഷം വർധനവുണ്ടായതായി കാണാൻ സാധിക്കും. ഇനി കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കേരളത്തിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ അയച്ചത് 2,16,893 കോടി രൂപ. സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ 1.7 ഇരട്ടിയാണിതെന്ന് എടുത്തു പറയണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.